24ാം പാർട്ടി കോൺഗ്രസ് നടക്കാൻ പോവുകയാണ് CPM-ൻ്റെ. അതിനോടനുബന്ധിച്ച് കരട് പ്രമേയത്തിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. അതിനകത്ത് ഇപ്പോൾ പറയുന്നത് ഈ അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട് ആഘോഷ കമ്മിറ്റികൾ, ഉത്സവ കമ്മിറ്റികൾ, അതുപോലെ അമ്പല ഭരണസമിതികൾ, ഇതിലൊക്കെ CPM അംഗങ്ങൾ ഭാരവാഹികളായി മാറണം എന്നാണ് ഈ കരട് പ്രമേയത്തിൽ നിർദ്ദേശിക്കുന്നത്. ഇതിനിപ്പോൾ കോൺഗ്രസിൽ ചർച്ച ചെയ്യും, പാർട്ടി കോൺഗ്രസിൽ ഇത് ചർച്ച ചെയ്യും. എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? എന്തിനാണ് ഇവരിങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത്? അല്ല, അത് പ്രധാനമായി തന്നെ BJP ലക്ഷ്യമിട്ടാണ് ഇത്തരം പ്രസ്താവനയുമായി അവർ വരുന്നത്. കാരണം ഈ കരട് ചർച്ചകൾ ഉണ്ടാകുന്നത്, കാരണം മുൻപും ഇത്തരത്തിൽ പല ചർച്ചകളും ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ BJPയുടെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് RSSും BJPയും വളരുന്നതെന്നും ക്ഷേത്ര പരിസരങ്ങൾ RSS ശാഖ നടക്കുന്നതായെല്ലാം പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ മുൻകാലങ്ങളിൽ RSS ക്ഷേത്രങ്ങളിൽ, ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ RSS ശാഖ പാടില്ല എന്ന രീതിയിലുള്ള പല ഉത്തരവുകളും ഉണ്ടാകുന്നു. ഇതിൻ്റെ എല്ലാം അവസാന നാം എന്താണ് ചെയ്യുമ്പോഴുള്ളത്, ഈ പ്രദേശങ്ങളിലെല്ലാം RSS വളരുന്നു, BJP വളരുന്നു. പ്രത്യേകിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഈ ചർച്ച തന്നെ ഉയർന്നു വരുന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഈ CPM-ൻ്റെ തന്നെ പാർട്ടി ഗ്രാമങ്ങളിൽ ഉൾപ്പെടെ BJP വലിയ രീതിയിലുള്ള കടന്നുകയറ്റം ഉണ്ടായിട്ടുണ്ട്. കണ്ണൂരായാലും ആലപ്പുഴയായാലും കോഴിക്കോടായാലും കാസർഗോഡായാലും എല്ലാം, കാസർഗോഡിൻ്റെ എല്ലാം ചില പ്രദേശങ്ങളുണ്ട് CPM-ൻ്റെ തന്നെ പാർട്ടി ഗ്രാമങ്ങളായിരിക്കുന്ന പ്രദേശങ്ങളിലെല്ലാം BJP ഇപ്പോൾ നേടിയത് കാസർഗോഡ് മണ്ഡലത്തിൽ 1 ലക്ഷത്തിന് പുറത്ത് വലിയ വോട്ട് നേടിയിട്ടുണ്ട്. അത് വലിയ മുന്നേറ്റമാണ്. പ്രത്യേകിച്ച് മഞ്ചേശ്വരവും കാസർഗോഡ് മാത്രം ലോക്സഭാ മണ്ഡലങ്ങൾ നാം നോക്കുകയാണെങ്കിൽ, അത് നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ കാസർഗോഡും അതോടൊപ്പം തന്നെ മഞ്ചേശ്വരവും ഒതുങ്ങി നിന്നിരുന്ന പാർട്ടി ഉദുമയും അതോടൊപ്പം തന്നെ പയ്യന്നൂരും അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് വലിയ രീതിയിലുള്ള കടന്നുകയറ്റം ഉണ്ടായി. അത് നാം ഒന്നും വേണ്ട, ഈ പിണറായിയുടെ സ്വന്തം ബൂത്തിൽ പോലും BJP കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആ വോട്ട് വർധനയെല്ലാം CPM-നെ വലിയ രീതിയിൽ ഞെട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ മറ്റൊരു വിലയിരുത്തൽ, ഈ വലിയ തിരിച്ചടി ഉണ്ടാകുമ്പോഴെല്ലാം ഈ വോട്ടുകൾ, CPM-ൻ്റെ വോട്ടുകൾ എങ്ങോട്ട് പോയെന്ന് പരിശോധിക്കുമ്പോൾ ആ വോട്ടുകളെല്ലാം BJP-യിലേക്കാണ് പോയിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനൊരു പരിഹാരം കാണാനാണ് ഇപ്പോൾ CPM ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞാൽ BJP-യുടെ വളർച്ച തടയാൻ വേണ്ടിയിട്ടുള്ള CPM-ൻ്റെ ഒരു ശ്രമമാണ്. BJP-യെ അതോടൊപ്പം തന്നെ BJP-യെ ചെറുക്കാൻ, ആശയപരമായി ചെറുക്കാൻ CPM-ന് കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് BJP-യെ ചെറുക്കണമെന്ന ചർച്ച ഉണ്ടായപ്പോഴാണ് ഈ ക്ഷേത്ര കമ്മിറ്റികളിൽ, അതോടൊപ്പം തന്നെ ഉത്സവ കമ്മിറ്റികളിൽ, പൊതുപരിപാടികളിലെല്ലാം കടന്നുകയറുക, CPM പ്രവർത്തകർ കടന്നുകയറി BJP-യുടെ പ്രവർത്തനം ഇല്ലാതാക്കുക. ഈ ക്ഷേത്ര കമ്മിറ്റികളിലും അതോടൊപ്പം തന്നെ ഉത്സവങ്ങളെല്ലാം നിലവിൽ നിയന്ത്രിക്കുന്നത് BJP-യോ RSSോ ആണ്. ആ പ്രദേശങ്ങളിലേക്ക് തങ്ങളുടെ അണികളെ എത്തിച്ച് അങ്ങനെ നാം സിനിമകളിലെല്ലാം കാണുമ്പോൾ ഇനി ഒരു ചെങ്കടയുമായിരിക്കും. പക്ഷേ ഇപ്പോഴല്ലേ കണ്ണൂരിലെ ഇത് സ്ഥിരമായി നടക്കുന്നുണ്ട്. പല തെയ്യക്കാവുകളെല്ലാം CPM-ന്റെ നിയന്ത്രണത്തിലാണുള്ളത്. പക്ഷേ ഇടക്കാലത്തെല്ലാം അത് ക്ഷേത്രങ്ങളെല്ലാം എതിർത്തുകൊണ്ട് അവർ ന്യൂനപക്ഷ പ്രീണനത്തിലേക്ക് മാറിയിരിക്കുന്നു. പ്രത്യേകിച്ച് പിണറായി വിജയൻ വന്നതിന് ശേഷം 2016 തന്നെ ഈ പ്രത്യേകിച്ച് ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയുമ്പോൾ അത് മുസ്ലിം പ്രീണനമായി മാറുന്നു. അവർക്ക് അനുകൂലമായി സംസാരിക്കുന്നു, അവരുടെ നേതാക്കളെ ഉയർത്തിക്കാട്ടുന്നു. ഇവിടെ വർഷങ്ങളായി തന്നെ കേസിൽ പെടുകയും മറ്റ് പാർട്ടിക്കായി പട്ടിണി കിടന്നും അടികൊണ്ടും നടന്ന ഈ ഹൈന്ദവ പ്രവർത്തകരെ പൂർണ്ണമായി തന്നെ പരിഗണിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് പ്രാതിനിധ്യം നൽകുന്നു എന്ന രീതിയിൽ ഈ പല പ്രധാനപ്പെട്ട പാർട്ടിയുടെ ചുമതലയിലും ഇത്തരക്കാരെ, ഈ ന്യൂനപക്ഷങ്ങളെ കൊണ്ടുവന്നത് വലിയ രീതിയിൽ തന്നെ പാർട്ടിയെ ബാധിച്ചു. അതുകൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ആ തിരിച്ചടിയിൽ നിന്നും കരകയറാനുള്ള ശ്രമമാണ് നടത്തുന്നത്. കരകയറാനുള്ള ശ്രമം നാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ CPM നേതാക്കളുടെ പ്രസ്താവനകൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും. പിണറായിയുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ഗോവിന്ദൻ്റെ ഭാഗത്തു നിന്നും P ജയരാജൻ്റെ ഭാഗത്തു നിന്നും ബാലൻ്റെ ഭാഗത്തു നിന്നും എല്ലാവരും ഒറ്റക്കെട്ടായി ഒരേ സ്വരത്തിൽ പറയുകയാണ്. അൻവറിൻ്റെ വിഷയം മാത്രം സൂചിപ്പിച്ചാൽ നമുക്ക് മനസ്സിലാവും. അൻവറിനെ അവർ നേരിട്ടത് ആശയപരമായല്ല, മതപരമായാണ് നേരിടുന്നത്. അൻവറിൻ്റെ ചന്തക്കുന്നിലെ റാലിയിൽ വന്നത് SDPI പ്രവർത്തകരാണ്, ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകരാണ് എന്ന് തുറന്നു പറയുന്നു. അൻവറിന്റെ പുറകിൽ മത തീവ്രവാദികളാണ് എന്ന് ആക്ഷേപിക്കുകയാണ് CPM ചെയ്തത്. അത് ആദ്യം പറയുന്നത് CPM ആണ്. പിന്നീട് മുസ്ലിം ലീഗുമായി മുൻകാലങ്ങളിൽ വലിയ സ്നേഹത്തിലായിരുന്ന ഒരു പാർട്ടിയുമായിരുന്നു CPM. പിന്നീട് ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ നേതൃത്വം നൽകുകയാണ് മുസ്ലിം ലീഗിനെ എതിർക്കാനായി. അവർ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വഭാവത്തിലേക്ക് മാറിയിരിക്കുന്നു, മതാധിഷ്ഠിതമായി മാറിയിരിക്കുന്നു എന്ന പ്രസ്താവന വരുന്നു. അതോടൊപ്പം തന്നെ സംഘപരിവാറിന് മുൻപ് തന്നെ
മെക്സവനെ കുറിച്ചുള്ള പ്രസ്താവനയുമായി രംഗത്ത് വരുന്നത് CPM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാണ്. അങ്ങനെ മെക്സവൻ ഒരു പോപ്പുലർ ഫണ്ടാണ്, ഇനി ഇതാ പോപ്പുലർ ഫണ്ട് കേരളത്തിൽ വീണ്ടും ശക്തിപ്പെടാൻ പോകുന്നു എന്ന രീതിയിൽ പ്രസ്താവന വന്നത്. അതെ, ആ പ്രസ്താവന വന്നത് എന്തായാലും കെ സുരേന്ദ്രന്റെ ഭാഗത്തു നിന്നല്ല, RSS നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നല്ല, കേരളത്തിൽ മതേതരത്വ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന CPM-ന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരം പ്രസ്താവന വന്നത്. പിന്നീട് ഈ ഇടക്കാലത്ത് തന്നെയായിരുന്നു P. ജയരാജന്റെ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചത്. അദ്ദേഹം പറയുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാം കേരളത്തിൽ എന്ന രീതിയിലാണ്. അതുപോലെ പറയുന്നത് നമുക്ക് സംശയമുണ്ട്, കേരളത്തിലെ BJP നേതാവാണോ P. ജയരാജൻ എന്ന സംശയമാണുള്ളത്. അദ്ദേഹം പറയുന്നത് കണ്ണൂരിൽ നിന്ന് ഉൾപ്പെടെയുള്ള യുവാക്കളെ വഴിതെറ്റിക്കാൻ ജമാഅത്തെ ഇസ്ലാമി ശ്രമം നടത്തുന്നു. അതിന്റെ ആ പശ്ചാത്തലത്തിലാണ് കണ്ണൂരിൽ നിന്ന് ഉൾപ്പെടെയുള്ള യുവാക്കൾ IS-ൽ ചേരുന്ന ഒരു നീക്കമുണ്ടായത്. കാശ്മീർ റിക്രൂട്ട്മെന്റും IS റിക്രൂട്ട്മെന്റും ഒക്കെ സംഭവിച്ചത് ഈ ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള സംഘടനകളുടെ, തീവ്ര ഇസ്ലാമിക് സംഘടനകളുടെ, ഇസ്ലാമിസ്റ്റുകളുടെ പ്രവർത്തന ഫലമായിട്ടാണ് എന്നാണ് ജയരാജൻ അതിൽ പറഞ്ഞു വെക്കുന്നത്. വളരെ രൂക്ഷമായ ആക്രമണമാണ് വാസ്തവത്തിൽ P. ജയരാജൻ ഉൾപ്പെടെ, പിണറായി വിജയൻ ഉൾപ്പെടെ നടത്തുന്നത്. ശ്രീജിത്ത് പറഞ്ഞതുപോലെ മുസ്ലിം ലീഗിനോടൊരു മൃദു സമീപനം ഉണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിന്. അതെ, വലിയ ആത്മബന്ധമാണ്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിരവധി തവണ ലീഗിനെ ഇടതുമുന്നണിയിലേക്ക് ക്ഷണിച്ച ആൾക്കാരാണ് ഈ P. ജയരാജൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ. അന്ന് അദ്ദേഹം LDF-ന്റെ കൺവീനറാണ്. അദ്ദേഹം ഒരു ഘട്ടത്തിൽ ചോദിക്കുക പോലും ഉണ്ടായി, ഈ ലീഗ് എന്തിനാണ് ഇങ്ങനെ കോൺഗ്രസിനെ വളർത്താൻ വേണ്ടി, കോൺഗ്രസിന് വേണ്ടി ഇങ്ങനെ ത്യാഗം സഹിച്ച് UDF-ൽ തുടരുന്നത്? അവർക്ക് LDF അല്ലേ ഏറ്റവും നല്ലത്, LDF-ലേക്ക് വരുന്നതല്ലേ അവരുടെ അന്തസ്സിന് നല്ലത് എന്ന് പോലും ഈ P. ജയരാജൻ ചോദിക്കുകയുണ്ടായി. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതും വ്യാപകമായ രീതിയിൽ ഇവർ മുസ്ലിം ലീഗിനെ. അല്ല, അതാണ് ഇത്തരം പ്രസ്താവനകളിൽ നിന്നും ഏറ്റവും നമുക്ക് മനസ്സിലാകുന്ന ഒരു സിമ്പിൾ കാര്യമാണ്, ഒരു ഭാഗത്ത് മുസ്ലിങ്ങളെ എതിർക്കുക, ഒരു ഭാഗത്ത് ഹിന്ദുക്കളെ പിന്തുണച്ചുകൊണ്ട് വരിക. എന്നാൽ ഇതിനിടയ്ക്ക് പല വിവാദ പ്രസ്താവനകളും ഉണ്ടായിട്ടുണ്ട്. ഒന്ന് സനാതന ധർമ്മത്തെ കുറിച്ചുള്ള ഷർട്ടൂരൽ വിവാദം, ഇപ്പോൾ അവസാനമായി കുംഭമേള. എന്നാലും മുൻകാലങ്ങളിൽ നിന്നും ഈ പ്രധാനപ്പെട്ട ഈഴവ വിഭാഗത്തിന്റെ കേന്ദ്രങ്ങളിലേക്ക് BJP കടന്നു കയറിയതായി, BDJS-ലോടൊപ്പം കടന്നു കയറിയതായി CPM-ന് വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് ആ തങ്ങളിൽ നിന്ന് തിരിച്ചുപോയ ഈഴവ വിഭാഗത്തെയും മറ്റു പിന്നോക്കരെയും സംഘടിപ്പിച്ച് വീണ്ടും തങ്ങളുടെ വോട്ട് ബാങ്കായി മാറ്റുക, എങ്ങനെയെങ്കിലും 2020 വീണ്ടും അധികാരത്തിൽ വരിക എന്നതാണ്, 2026 അധികാരത്തിൽ വരിക എന്നതാണ് ഇപ്പോൾ പിണറായിയും അതോടൊപ്പം തന്നെ ആ പരിവാരങ്ങളും സ്വപ്നം കാണുന്നത്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനമാണ് ഉണ്ടായത്. മുൻപുള്ള തെരഞ്ഞെടുപ്പിൽ മലബാറെല്ലാം കേന്ദ്രീകരിച്ച് 1-2 സീറ്റ് കിട്ടുമോ എന്ന് ലക്ഷ്യമിട്ടാണ് CPM കാരണം ഈ നമ്മുടെ 2024 തെരഞ്ഞെടുപ്പ് മതസമ്മേളനമാണോ തെരഞ്ഞെടുപ്പ് സമ്മേളനമാണോ എന്ന് സംശയമുണ്ടായിരുന്നു. കാരണം ഈ പൗരത്വ അതിനു മുൻപുള്ള ഒരു സമരം ഉണ്ടായിരുന്നല്ലോ, ആ പൗരത്വ നിയമ ഭേദഗതി, അതെ, അതുമായി ബന്ധപ്പെട്ടും പിന്നെ വഖഫ് അതുമായിട്ടുള്ള പല സമരങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം സംശയമായിരുന്നു. ഇദ്ദേഹം മുസ്ലിങ്ങൾക്ക് അനുകൂലമായി അങ്ങനെ തുടർച്ചയായി പറഞ്ഞു. എല്ലാവരും മതേതരത്വം ആവശ്യമുണ്ട്, കാരണം പ്രത്യേകിച്ച് ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ 3 മതത്തെയും തുല്യമായി പരിഗണിക്കണമെന്നത് ജനങ്ങളുടെ ആഗ്രഹമാണല്ലോ. പക്ഷെ മറിച്ച് ഒരു സമുദായത്തിന് വേണ്ടി മാത്രം സംസാരിക്കുന്നതായി മറ്റൊരു സമുദായങ്ങൾക്ക് ഒരു തോന്നിയത് കൊണ്ടാണ് ക്രിസ്ത്യാനികളും അതോടൊപ്പം തന്നെ ഹിന്ദുക്കളും പൂർണ്ണമായി തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-നോട് മുഖം തിരിക്കുകയും വലിയ രീതിയിൽ കോൺഗ്രസിനെയും BJP സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ സാഹചര്യത്തിൽ അവർ പഠിച്ചിട്ടുണ്ട്. എന്തായാലും അങ്ങനെ ഒരു തെറ്റ് അവരുടെ ഭാഗത്ത് ഉണ്ടായതായി അവർ പഠിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഇത്തരം മാറ്റങ്ങളിലേക്ക് പോകുന്നത്. ഇത്തരം മാറ്റങ്ങൾ ജനങ്ങൾ ഉൾക്കൊള്ളുമോ എന്ന് 2026 തെരഞ്ഞെടുപ്പിലൂടെ വ്യക്തമാകും. എന്തായാലും പാർട്ടി കോൺഗ്രസിൽ ഈ കരട് പ്രമേയം അവതരിപ്പിക്കും, അവർ ചർച്ച ചെയ്യും. നമുക്കത് കാത്തിരുന്ന് കാണാം പാർട്ടി കോൺഗ്രസ് എന്ത് തീരുമാനമാണ് എടുക്കുന്നത്. പാർട്ടി കോൺഗ്രസിൽ വേറെയും ചില വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരുന്നുണ്ട്. പിണറായിക്ക് വയസ്സിളവ് കൊടുക്കണം എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ വരുന്നുണ്ട്. എന്തായാലും പാർട്ടി കോൺഗ്രസ് വരെ നമുക്കത് കാത്തിരിക്കാം. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരട്ടെ.